എങ്ങനെ എളുപ്പത്തിലൊരു റിയലിസ്റ്റിക് കളറിലായി വരക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ഒരു ബോർഡർ വരച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ വരച്ചിട്ട് എങ്ങനെ ഇത് ഒരു റിയലിസ്റ്റിക്കായി തോന്നിപ്പിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സിമ്പിളാണ്. അപ്പോൾ എങ്ങനെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഈ ബോർഡർ വരച്ചിട്ട് ഇനി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ മെയിനായിട്ട് വരുന്നത് ഈ ഐറിസിൻ്റെ പാർട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ ഷെയ്ഡിങ് ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ അതിൽ ഓരോ ലൈൻസ് വെച്ച് നമ്മൾ വരക്കുന്നുണ്ട്. ഇവിടെ ഇടതൂരാതെ നമ്മുടെ ഇടയിലൂടെ ലൈൻസ് വരക്കുന്നുണ്ട്. അതായിരിക്കും കുറച്ചും കൂടി തോന്നിപ്പിക്കുക. ഇങ്ങനെ ഒരു പോർഷൻ നമ്മൾ ഇട്ടിരുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ് വരുന്ന ഭാഗമാണ്. ഇപ്പോൾ ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് കാണുമല്ലോ, തിളങ്ങി കാണുമല്ലോ, അങ്ങനത്തെ ഒരു പോർഷനാക്കി എടുക്കാനാണ് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്യണത് ഇതിൻ്റെ ഈ ഉൾവശം അത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷെയ്ഡ് ചെയ്യണം. ഒരു ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി. ലാസ്റ്റ് മതി നമുക്ക് ഡാർക്കാക്കല്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ഇത്ര ഏരിയയിൽ കുറച്ച് ഡാർക്കാക്കണം. അതായത് ഇതിൻ്റെ കണ്ണിൻ്റെ താഴത്തേക്ക് വരുന്ന ആ ഷെയ്ഡ് പോർഷനാണത്. ഒരു ഇരുണ്ടിട്ടായിരിക്കും ഈ ഭാഗത്ത് കാണപ്പെടുക. ഇത് മുതലൊരു ഈ ഭാഗത്ത് വരെ കുറച്ച് ഡാർക്കാക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ ഓരോ ഇടയിലൂടെയും സ്പേസ് കുറച്ച് ഇടുക. സ്പേസ് മിക്കവാറും ഇല്ലാതിരിക്കുന്നതൊരു നല്ലത്. ഇങ്ങനെയുള്ള സ്ട്രൈക്സ് അടുത്തടുത്തായിട്ട് ഇടുക. ഇതിന് താഴെ ഇവിടുന്ന് മുകളിലോട്ടും ആയിട്ട് കുറച്ച് സ്ട്രൈക്സ് ഇടുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നീ ഈ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് കൂട്ടാം. ഇനി നേരത്തെ നമ്മൾ സ്ട്രൈക്സ് വരച്ചതിന് പുറമെ തന്നെ ഇവിടെ ഈ ഇത്തിരി പാർട്ട് ഇത് മുതൽ ഇതുവരെയുള്ള പാർട്ട് കുറച്ചും കൂടി സ്ട്രൈക്സ് കുറച്ച് കട്ടിയിൽ കൊടുക്കുക. ഇനി ചില ഭാഗത്ത് നമുക്ക് സ്ട്രൈക്സിൻ്റെ കുറച്ച് വീതി കൂട്ടുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഐറിസിൻ്റെ ഉള്ളിൽ ചില പാർട്ടിൽ നമുക്ക് ഇറേസ് ചെയ്ത് കളയേണ്ടതുണ്ട്. അതായത് അവിടെ കുറച്ച് വെള്ള പാർട്ട് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി റിയലിസ്റ്റിക്കായിട്ട് തോന്നിക്കും. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഇങ്ങനെയുണ്ട്. വീഡിയോ എളുപ്പമായിട്ടില്ല. മിക്കവാറും ഇത് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഞാനിതിലെല്ലാതും പറയുന്നുണ്ട്. ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ ഷെയ്ഡ് കൂട്ടേണ്ടതെന്നും എവിടെയൊക്കെയാണ് ഷെയ്ഡ് കുറക്കേണ്ടതെന്നും എല്ലാ ഭാഗവും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.